1921 കണ്ണൂരിൽ നിന്ന് ബ്രിട്ടീഷ് പട്ടാളം മലപ്പുറത്തേക്ക് തിരിച്ചിട്ടുണ്ടെന്ന വാർത്ത വരുന്നു. പട്ടാളത്തെ ഈ പൂക്കോട്ടൂർ വെച്ചാണ് പോരാളികൾ നേരിട്ടത്. അത്യാധുനിക യന്ത്രത്തോക്കുകളുമായി എത്തിയ ബ്രിട്ടീഷ് പട്ടാളത്തിന് മുന്നിൽ പൂക്കോട്ടൂർ പോരാളികളുടെ നാടൻ തോക്കുകൾ പരാജയപ്പെട്ടു. 400ഓളം പേർ പൂക്കോട്ടൂർ യുദ്ധഭൂമിയിൽ വെടിയേറ്റ് വീണു. പാടത്ത് മരിച്ചു വീണ മൃതദേഹങ്ങൾ 5 സ്ഥലങ്ങളിലായി കുഴിയെടുത്ത് കൂട്ടമായി സംസ്കരിക്കുകയായിരുന്നു. മലബാറിൽ നടന്ന സാധാരണക്കാരായ കർഷകരും തൊഴിലാളികളും അതുപോലെ തന്നെ അധസ്ഥിത ജനവിഭാഗങ്ങളുടെയും ഒരു തരത്തിലുള്ള ജനകീയ സമരം. ബ്രിട്ടീഷ് സൈനികരുടെ ഉന്നതരായ ലങ്കാസ്റ്റർ പോലത്തെ അവരുടെ കമാൻഡർ പോലത്തെ ഓഫീസേഴ്സൊക്കെ കൊല്ലപ്പെട്ട പ്രധാനപ്പെട്ട ഒരു സമരമായിരുന്നു പൂക്കോട്ടൂർ നടന്നത്. പൂക്കോട്ടൂർ യുദ്ധത്തിൽ പങ്കെടുത്തവരുടെ മുഴുവൻ പേരുടെയും നെഞ്ചിലായിരുന്നു വെടിയേറ്റിരുന്നത്. ഇത്രയും ധീരരായ ബ്രേവ്സായ മാപ്പിളമാരായിരുന്നു രാജ്യത്തിന് വേണ്ടി പോരാടിയ രക്തസാക്ഷിത്വം വഹിച്ച ആളുകളുടെ ചരിത്രത്തിൽ അവർ നെഞ്ചത്ത് വെടിയേറ്റാണ് എല്ലാവരും മരിച്ചതെന്ന് പറയുമ്പോൾ തന്നെ അതിൽ നമുക്ക് മനസ്സിലാക്കാവുന്നത്. ഇത്രയേറെ ചരിത്ര പ്രാധാന്യമുള്ള പൂക്കോട്ടൂർ യുദ്ധത്തിന് പക്ഷേ മതിയായ പരിഗണന ലഭിച്ചിട്ടില്ല. രക്തസാക്ഷികളെ മറമാടിയ കിണറുകളും ഖബറിടവുമെല്ലാം നാശത്തിന്റെ വക്കിലാണ്. യുദ്ധസ്മാരകം പോലും ഇനിയും നിർമ്മിക്കപ്പെട്ടിട്ടില്ല. റമീസ് ചാത്തിയാറ, മീഡിയ 1, മലപ്പുറം.